നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബുഹാറി റൈസാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് വേണ്ടതെന്നല്ല ശ്രദ്ധിക്കുക. 2 ഉള്ളി, ലേശം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് ഉള്ളി വാട്ടുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി. 2 ഉള്ളി ഇടാൻ പോവുകയാണ്. ഓക്കെ, 2 ഉള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് വാടാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല ഇടാൻ പോവുകയാണ്. അപ്പോൾ 1 സ്പൂണ് നോക്കുക, 1 സ്പൂണ് മല്ലിപ്പൊടി. ഓക്കെ, ഒരു ജീരകം, നമ്മളെ ചെറിയ ജീരകം പൊടിച്ചത് 1/2 സ്പൂണ്, ഒരു 1/4 സ്പൂൺ ഉണ്ടാവും, ഒരു 1/4 സ്പൂൺ ഇടുക. ഒരു ടൊമാറ്റോ സോസ് കണ്ടില്ലേ, ഇതേമാതിരത്തെ ഒരു സോസ് ഇടുക. ഓക്കെ, നമ്മൾ തക്കാളി പായസം ഒരു തക്കാളി അരച്ചാണ്ട് പാരുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് വെള്ളം പാരുക. അരി ഇതിന് പാത്രമാണ്, അപ്പോൾ ഇതിന് 2 കപ്പ് വെള്ളം പാരുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂണിന് 3 സ്പൂണ് ഉപ്പിടുക. ഓക്കെ, പിന്നെ നമ്മൾ ഇതൊക്കെ ഇവിടെ നമ്മൾ വെട്ടിച്ചുകൊണ്ട് ഗ്രീൻ പീസ്, അതുമാതിരി പിന്നെ ബീൻസ്, ക്യാരറ്റ്. അപ്പോൾ ഇത് പകുതി ഈ വെള്ളത്തേക്ക് ഇടുക, പകുതി നമ്മളതിൻ്റെ മുകളിലും ഇടുക. ഓക്കെ, പകുതി നമ്മൾ വെള്ളത്തേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇത് തിളപ്പിച്ചിട്ട് അരി ഇടുക. ഓക്കെ, നമ്മളിത് അരി ഇടാൻ പോവാണ്. ഓക്കെ, നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇളക്കിയാണ്ട് വെക്കാം. ഓക്കെ, വയർ റൈസ് നമ്മൾ ഇതേമാതിരി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മളതിൻ്റെ മുകളിൽ ബാക്കി സബ്ജി ഇടുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതേമാതിരി നമ്മൾ സബ്ജി ഇടുക. ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ ഇത് ദമ്മിലിടാൻ പോവാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ല് അമർത്തുക. ഓക്കെ, ഓക്കെ ആയിട്ടുണ്ട്. ബുഹാരി റൈസാണ്, ബുഹാരി റൈസ്. ഓക്കെ,